2025 നവംബർ മാസം 30 ഞായറാഴ്ച പെരുമ്പാവൂർ ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രം പെരുമ്പാവൂരുള്ള വളരെ ഫേമസ് ആയ ഒരു ക്ഷേത്രമാണ്. ഇതിനോടനുബന്ധിച്ചൊരു കാവുമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. സോ വളരെ നാച്ചുറൽ സെറ്റിങ്സ് ആയിട്ടുള്ള നല്ല ഒരു സ്ഥലമാണ്. അങ്ങോട്ടേക്ക് കയറാൻ പോവുകയാണ്. പെരുമ്പാവൂർ കാഴ്ചകൾ തുടരുന്നു. ദുർഗാദേവിയുടെ പ്രതിഷ്ഠയുള്ള ആരാധനയുള്ള കേരളത്തിലെ 108 ക്ഷേത്രങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. സോ പ്രകൃതിയുടെ നാച്ചുറൽ ഫോമിലുള്ള ഒരു സ്ഥലമാണ്. നോക്കി ഈ മരത്തിൻ്റെയൊക്കെ വേരുകളൊക്കെ എത്ര മനോഹരമായിട്ടാണ് നിൽക്കുന്നത്. വളരെ നല്ല ഒരു നാച്ചുറൽ ശുദ്ധവായുവിൻ്റെ സ്വർഗമാണ്. സോ കാവിൽ കൂടെ അവിടെ ഒരു പുരാതന ക്ഷേത്രമൊക്കെ ഉണ്ട്. പിന്നീട് നല്ല ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായ പരശുരാമനുമായും ശ്രീകൃഷ്ണനുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു ക്ഷേത്രമാണിത്. വനത്തിൽ നിലനിൽക്കുന്ന പവിത്രമായ ഒരു ക്ഷേത്ര അങ്കണമാണ്. സോ കാനന പാതയിൽ കൂടെ സഞ്ചരിക്കുകയാണ്. പഴയ സിനിമയ്ക്കകത്ത് ജഗതി പറയുന്നത് പോലെ ഈ ഫോറസ്റ്റ് എല്ലാം കാടാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക തണുപ്പും ഒരു സുഖമൊക്കെ കേട്ടോ. ആ ഒരു ഫ്രഷ് എയറിൻ്റെയും ചുറ്റും പച്ചപ്പാണ്. വിബ്ജിയോറിലെ ഏറ്റവും നടുക്കുള്ള നിറം പച്ചയാണ്. വയലറ്റ് ഇൻഡിഗോ, വയലറ്റ് സ്പെക്ട്രവും റെഡ് സ്പെക്ട്രത്തിൻ്റെ ഇടയ്ക്ക് ഇത് നല്ല കാഴ്ചകളാണ്. അതൊക്കെ ഈ മരം കണ്ടു. സോ അങ്ങനെ കാനനച്ചായയിലാടുമയ്ക്കാൻ ശരിക്കും ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു പേടി പോലെ കേട്ടോ. ഞാൻ തന്നെ ഉള്ളൂ ഈ കാട്ടുപ്രദേശത്തൂടെ. ഓ മൈ ഗോഡ്. പെരുമ്പാവൂർ പോലുള്ള സ്ഥലത്ത് ഇത്രയും ഒരു മനോഹരമായ സ്ഥലമുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അറിഞ്ഞില്ല, ആരും പറഞ്ഞുമില്ല. നല്ല കാഴ്ചയാണ് കേട്ടോ. ഹൈഡ്രോ കാർബൺ പൊല്യൂഷനൊന്നും ഇല്ലാതെ
നല്ല പ്രകൃതിയുടെ മടിത്തട്ടിൽ കൂടെ. ഈ മണ്ണിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളായി മണ്ണൊക്കെ ഭൂമിയുടെ ജോഗ്രഫിക്കൽ പ്രോസസ്സുകളിൽ കൂടെയൊക്കെ ഉണ്ടായിട്ട് ഇതുവരെ ഒരു വാഹനത്തിൻ്റെ ടയറൊന്നും പതിക്കാത്ത സ്ഥലമാണ്. കൃത്യമായി പറഞ്ഞാൽ ഒറിജിനൽ പ്യൂരിറ്റിയിൽ നിൽക്കുന്ന സ്ഥലമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ കാട്ടിനുള്ളിലെ തിരിച്ചു പോവുക, എനിക്ക് പേടിയാവുന്നു. കുറേ ഉണ്ട്, ഇനി ഒത്തിരി പോകാനുണ്ട്. അകത്തോട്ട് പോകുന്തോഴും വല്ല പാമ്പോ വല്ലതും കടിച്ചാൽ തന്നെ എടുക്കും, നമ്മളിവിടെ കിടക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ, സൂപ്പർ സ്ഥലമാണ് പെരുമ്പാവൂർ. സോ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ദിസ് ഈസ് സം പ്ലേസ്, ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രം. സുന്ദരമാണ്. ഇതൊക്കെ അനേക ഏക്കറുകളുണ്ട്, ശരിക്കും നല്ല സ്ഥലമുണ്ട് കേട്ടോ ഇതൊക്കെ. കഴിഞ്ഞ ദിവസം ഞാൻ ലാൽബാഗിൽ ചെന്നപ്പോൾ പറഞ്ഞതുപോലെ നഗരവും പട്ടണവും ഒക്കെ ശ്വസിക്കുന്നത് ഇത്ര മനോഹരമായ സ്ഥലങ്ങളിലെ ഓക്സിജൻ കണക്ഷൻ കൊണ്ടാണ്. സോ ദീസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് in the story of civilization. നല്ല ഒരു സ്ഥലമാണ്. രാവിലെ ക്ഷേത്രമുണ്ട്, നല്ല വനത്തിൻ്റെ സൗന്ദര്യവും നിഗൂഢതയും ഒക്കെ ഒത്തുചേരുന്ന ഭക്തിയും പ്രകൃതിയും എല്ലാം ഒരുമിക്കുമ്പോൾ പ്രത്യേക പർദീസ അനുഭവങ്ങളാണ്. സോ ദിസ് ഈസ് സംതിങ് വെരി വെരി സ്പെഷ്യൽ. പെരുമ്പാവൂർ കാഴ്ചകൾ തുടരുന്നു. സോ പെരുമ്പാവൂരിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇടവഴികളിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് കുട്ടികളവിടെ പഴയ സ്റ്റൈലിൽ മടലൊക്കെ സ്റ്റമ്പായിട്ട് വെച്ച് ക്രിക്കറ്റ് കളിക്കുന്നു. കളിച്ചോ. അതിന് നാടൻ സ്റ്റൈലിലുള്ള കളിയാണ്. നമ്മളും പണ്ടിങ്ങനൊക്കെ കളിച്ചുകൊണ്ട് നടന്നിട്ടുള്ളതാണ്. ഓ ബോൾഡ് വിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഞാൻ ഈ നാടത്ത് കാണാൻ വന്നപ്പോൾ ചുമ്മാ എടുത്തതേ ഉള്ളൂ. തിരുവല്ലയില്ല. ചേട്ടൻ ഈ നാട്ടുകാരനാണോ? എന്തോ പേര്? നാഗഞ്ചേരി മനയൊന്ന് കാണാൻ വന്നത്. ഇവിടെ അടുത്താണോ? ഇവിടെ ഞാൻ പോയിട്ടില്ല. ഇവിടുത്തുകാരല്ലേ? പക്ഷെ ഞാനങ്ങും പോയിട്ടില്ല. ഓക്കെ. അപ്പം ഞാൻ രാവിലെ ഇവിടെ കോളേജിൽ വന്നയാ, മാർത്തോമ കോളേജിൽ. അവിടെ രണ്ട് എക്സിബിഷൻ ഉണ്ടല്ലോ, അത് 11 മണിയായിട്ടേ തുടങ്ങത്തുള്ളൂ. കുറച്ച് സമയമുണ്ട്. ഏതാണ്ട് പല ഇതുണ്ട്. ഞാൻ തിരുവല്ല എന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ്. ഇന്നുകൊണ്ട് കഴിയുക. 5 ദിവസമായിട്ടുണ്ടായിരുന്നു. അത് കാണാൻ വന്നപ്പോൾ ഈ നാഗഞ്ചേരി മനയിലോട്ടൊന്ന് പോവാം. വളരെ സന്തോഷം. ചാനലുണ്ട്. ഒരു 10:27 ആയിരിക്കുകയാണ്. കേരള സർക്കാരിൻ്റെ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നാഗഞ്ചേരി മന പെരുമ്പാവൂരുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നാഗഞ്ചേരി മന. ഇട്ട് കയറി നോക്കാം അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന്. പഴയകാലത്തെ
പുരാതനത്വമൊക്കെ ഉള്ള സ്ഥലമാണ്. ദുൽഖർ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും മോഡേണിറ്റിയുടെ പരസ്യങ്ങളും കച്ചവടങ്ങളും എല്ലാം കയറി വരുന്നു എന്നുള്ളതൊക്കെ അതിൻ്റെ ഭാഗമാണ്. സോ ഇതൊരു പഴയ ഒരു സെറ്റിങ്സ് ആണ്. മന എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്പൂതിരിമാരുടെ ഇല്ലത്തെയൊക്കെയാണ് മന എന്ന് പറയുന്നത്. പുരാതന കാലത്തുണ്ടായിരുന്ന ഒരു കുടുംബത്തിൻ്റെ ആസ്ഥാനമായിരിക്കാനാണ് സാധ്യത. ഇതിനെപ്പറ്റി എനിക്കും വലിയ അറിവൊന്നുമില്ല. അകത്ത് കയറി നോക്കാം. ഇങ്ങനെ പുതിയ കാഴ്ചകൾ കാണുമ്പോഴല്ലേ ഇതൊക്കെ പഠിക്കുന്നത്. എല്ലാവരും എല്ലാം പഠിച്ചുകൊണ്ടൊന്നും വന്നേലല്ലോ. ഇരിങ്ങോൾ ദേശത്തെ പുരാതനമായ 32 ഇല്ലങ്ങളിലൊന്നാണ്. വളരെയധികം പ്രതാപശാലികളായ കുടുംബങ്ങളായിരുന്നു ഇവർ ഒരു കാലത്ത്. എക്കോ ടൂറിസം ഏരിയയാണ്. പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഒരു സ്ഥലമാണ്. മഞ്ചേരി മനയിൽ എത്തിയിരിക്കുകയാണ്. പഴയ ഒരു വീടാണ്. സോ ഇതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. മഞ്ചേരി മനയുടെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. 800 വർഷം പഴക്കമുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ സംതിങ് വെരി വെരി സ്പെഷ്യൽ. 4 കെട്ടാണ്. 4 കെട്ടിൻ്റെ അപ്പുറത്തൊരു വേറൊരു 4 കെട്ടൂടെ, അങ്ങനെ 2 കൂടെ ആകുമ്പോൾ 8 കെട്ടുണ്ടായിരുന്നാണ് ഇപ്പം അവിടുത്തെ സാറ് പറഞ്ഞത്. ഇതിനകത്ത് കുട്ടികളൊക്കെ ഇറങ്ങി ചിത്രീകരണങ്ങളും വീഡിയോ ചിത്രീകരണങ്ങളും ഒക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് പഴമയുടെ കളിത്തട്ടിലാണ്. ഹിസ്റ്ററി ഈസ് ഓൾവേസ് അലൈവ്. ചരിത്രം ഒരിക്കലും ഉറങ്ങുന്നില്ല. അതൊരു തെറ്റായ ഒരു യൂസേജാണ്. ചരിത്രം ഓരോ നിമിഷവും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഓരോ തലമുറയിൽപ്പെട്ടവർ ഇതിനെ കാണുവാൻ വരുന്നതും ഇതിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കി സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ ഗോസ് ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ. പൂജാമുറിയൊക്കെയാണ്. ഇതൊരു പ്രത്യേക ലോഹമെന്നാണ് പറയുന്നത്, മെറ്റൽ. ഇതിനെ ഒരാൾക്ക് പൊക്കിയെടുക്കാനൊക്കത്തില്ലെന്നൊക്കെയാണ് സാറ് പറയുന്നത്. എനിക്ക് അതിൻ്റെ ലോജിക്ക് കൊണ്ട് ശരിക്കും മനസ്സിലായില്ല. ഒരു ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയെടുക്കാൻ ഒക്കത്തില്ല, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അപ്പോൾ ഇത് ഫിസിക്സ് പ്രകാരം പൊക്കാനൊക്കത്തില്ലേ? എന്തായാലും പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ചിത്രകലയുണ്ട്. ഇതിന്റെ റെനോവേറ്റ് ചെയ്തായിരിക്കും. റെഡ് ഓക്സൈഡൊന്നും ഒരിക്കലും 800 വർഷം മുമ്പില്ല. എപ്പോഴും കാലത്തിനനുസരിച്ചുള്ള റെനോവേഷനൊക്കെ വേണമല്ലോ. അതുകൊണ്ടങ്ങനെ മനയ്ക്കുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. പഴയ വിളക്ക് തമസോമ ജ്യോതിർഗമയ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സംസ്കാരത്തിൽ എല്ലാ ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇനി ആര് വെളിച്ചം നൽകുമെന്ന് ടാഗോർ ചോദിക്കുമ്പോൾ ഞാൻ നൽകാമെന്നൊരു ബെന്യാമിന് പറയുന്നത് പോലെ ഓരോരുത്തരും, അതാണ് കേരളത്തിലെ ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് വീടുകളിലുമായിട്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ ദീപം 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 എന്ന് കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം തന്നെ അതാണ്. സോ അതിനുള്ള ഒരു വിളക്കും തമസോമ ജ്യോതിർഗമയ അത് മാത്രമേ ഭാരതത്തിന്റെ നിത്യ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന തുടരട്ടെ, പ്രകാശം പരക്കട്ടെ. നല്ല ഒരു ഫോറസ്റ്റ് പോലെ, ശരിക്കും ഗ്രീൻ ബെൽറ്റ് ആണ്. എന്ത് ഓക്സിജനാണ് ഇവിടെ കിട്ടുന്നത് അറിയോ? ഈ സൂര്യപ്രകാശം വരുമ്പോൾ ഫോട്ടോസിന്തസിസിൽ കൂടെ ഒക്കെ വന്ന് ഇവിടെ ഒരു ഹൈഡ്രോ കാർബൺ പൊല്യൂഷന്റെ യാതൊരു സ്കോപ്പും ഇല്ല. അതുകൊണ്ട് നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ നിന്ന് ശ്വാസം മുട്ടുന്ന അർബൻ മനുഷ്യ, നീ കടന്നു വരൂ. ഇങ്ങനത്തെ മനോഹരമായ സ്ഥലങ്ങളിലേക്ക് ഒന്ന് ഡീപ് ബ്രീത്ത് എടുക്കുക, പ്രാണായാമം ഒക്കെ അങ്ങോട്ട് ചെയ്. ദ എൻലൈറ്റൻഡ് ബീയിങ് ബുദ്ധൻ പീപ്പിൾ ട്രീയുടെ ബോധിവൃക്ഷത്തിന്റെ കീഴിൽ ഇരുന്നപ്പോൾ ബുദ്ധനായത് വെറുതെ ഒന്നുമല്ല, രാജാവ് സിദ്ധാർത്ഥൻ. അതുകൊണ്ട് ദിസ് ഈസ് വണ്ടർഫുൾ, അമേസിങ്. ഇടയ്ക്കിടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകണം. നമ്മളുടെ ശ്വാസകോശവും നമ്മളുടെ മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ റെജുവനേഷൻ മൊമെന്റ്സ് ആണ്. ഗ്രേറ്റ്. 700-800 വർഷങ്ങളുടെ പുരാതനത്വം പറയുവാനുള്ള ഈ ദേശത്തേക്ക്
പുതിയ തലമുറയും വളരെ കൗതുകത്തോടുകൂടി കൂടുതൽ അറിയുവാൻ, കാഴ്ചകൾ കാണുവാൻ വരുന്നത് വളരെയധികം ആവേശകരമായ ഒരു കാര്യമാണ്. ചരിത്രം ഒരിക്കലും ഉറങ്ങുകയല്ല, അതെല്ലാ കാലത്തെയും ബന്ധിപ്പിക്കുകയാണ്. പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ദ ഫ്യൂച്ചർ, അതിൻ്റെ ഒരു നല്ല ഒരു ബ്ലെൻഡിങ് ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് പുതിയ തലമുറയും കാര്യങ്ങൾ അറിയട്ടെ, ചരിത്രം മുന്നോട്ട് പോട്ടെ. ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ കണ്ടിന്യൂസ്. നാഗഞ്ചേരി മനയുടെ ഒരു ഓവറോൾ വ്യൂ ആണ്. നല്ല സ്ഥലം. ഒരു ആമ്പൽ കുളവും ഗരുഡനും ഉണ്ട്. സൂപ്പർ. ഞാനിവിടെ ഒന്നിരിക്കട്ടെ അല്പം. ഈ തണലിൽ ഒരല്പനേരം ഞാനും ഇരുന്ന് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കട്ടെ. The woods are lovely, dark and deep, but I have promises to keep, and miles to go before I sleep, and miles to go before I sleep. 11:40 പെരുമ്പാവൂര് അടുത്തുള്ള ഒരു കടയിൽ നിന്നൊരു ചെറിയ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എന്തോ ചേട്ടാ, ചേട്ടൻ്റെ പേരെന്തുവാ? ഉണ്ണികൃഷ്ണൻ. എത്ര നാളായിട്ട് ഇങ്ങനെ ബിസിനസ് നടത്തുന്നുണ്ട്? 4 വർഷം കഴിഞ്ഞു. 4 വർഷം. എന്തൊക്കെയാ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ്? എല്ലാ ഐറ്റംസ് ഉണ്ട്. ബജ്ജിയുടെ എല്ലാ ഐറ്റംസ് ഉണ്ട്. പത്തിരി ഉണ്ട്. ഇതെന്താ, ഉള്ളിവടയാണോ? ഉള്ളിവട ഉണ്ട്, ഏത്തക്കാപ്പം ഉണ്ട്. ഇവിടെ 2 നമ്മുടെ കൊച്ചു മിടുക്കന്മാരുണ്ട്. ഇനി വാ, ഇവനെനിക്ക് ഫോൺ റീചാർജ് ചെയ്യാന്ന് ചോദിച്ചപ്പോ ഇവൻ വീട്ടിൽ കൊണ്ട് ചാർജ് ചെയ്യാന്ന് പറഞ്ഞു. എന്തോ അതിന്റെ പേരെന്തുവാ? പേര് പറ. ഗൗതം കൃഷ്ണ. നമ്മുടെ പേരെന്തുവാ? നന്ദു. അങ്ങനെ 2 നല്ല മിടുക്കന്മാരായ കുട്ടികളുണ്ട്. എങ്ങനെയുണ്ട്? സ്കൂളിൽ പോകുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ നല്ല സ്നേഹമുള്ള പയ്യനാണ്. പിന്നെ ഞാനും ഒരു ഏത്തക്കാപ്പൊക്കെ കഴിക്കട്ടെ.